എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേറ്ററ്റ് കാറ്റഗറി 3ൽ മുമ്പ് ചോദിച്ച സൈക്കോളജി എന്നുള്ള 30 ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ ശരി, നമുക്ക് താമസിക്കേണ്ട ക്ലാസ്സിലോട്ട് പോകാം. The psychoanalytic experts explain a phenomenon as an attempt to integrate values learned from parents and society. How do you name it? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഈ 3 ടേംസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ മിഠായി വാങ്ങിച്ചുകൊണ്ട് വരുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലൊരു കുട്ടി പോയി എന്തോ ചെയ്യുന്നു, ആ മുട്ടായി എല്ലാം എടുത്ത് കഴിക്കുകയാണ്. അത് ആര് കൊണ്ടുവന്ന് വെച്ചെന്നോ അത് മറ്റുള്ളവർക്ക് വേണ്ടയാണെന്നോ ഒന്നും വിചാരിക്കുന്നില്ല. പെട്ടെന്ന് അത് മുട്ടായി കാണുന്നു, ഒന്നും ചിന്തിക്കുന്നില്ല, അതിനത് വേണം, അത് പോയി എടുത്ത് കഴിക്കുന്നു. അതാണ് ഇതെന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് എന്താണ്? അത് റിയാലിറ്റിയാണ്. കുട്ടി അവിടെ ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ കൊണ്ടുവന്ന മിഠായി എന്താണ്, നമുക്ക് പങ്കുവെച്ച് കഴിക്കാനുള്ളതാണ്, എൻ്റെ അനിയത്തിക്കോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്കോ അത് കൊടുക്കാനുള്ളതാണ് എന്നുള്ളൊരു റിയാലിറ്റിയിലോട്ട് വരുന്നതാണ് ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. എന്നാൽ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കുറ്റബോധം ഉണ്ടാവുന്നു. അതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻറ്റഗ്രേറ്റഡ് വാല്യൂസ് ലേൺഡ് ഫ്രം പാരൻസ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സൂപ്പർ ഈഗോ ആണ്. Which of the following is not a stage of moral development proposed by Kohlberg? കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷൻ സ്റ്റേജ്, ഇത് 3 എന്താണ്? കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിൽ പെടുന്നതാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആരുടെയാണ്? പിയാഷെയുടെയാണ്. An Indian model of education proclaims that knowledge and work are not separate as its basic principle. Which is the model? ഗാന്ധിജി കൊണ്ടുവന്ന ഒരു എഡ്യൂക്കേഷൻ മോഡലാണ് നൈതാലീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈതാലീം മീനിങ് എന്താണ്? ന്യൂ എഡ്യൂക്കേഷൻ എന്നാണ്. അവിടെ ഗാന്ധിജി പറയുന്നത്, അല്ലെങ്കിൽ ഈ നൈതാലീമിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോളേജ് ആൻഡ് വർക്ക് ആർ നോട്ട് സെപ്പറേറ്റ് എന്നാണ്. അതായത് നമ്മൾ പഠനത്തോടൊപ്പം ഒരു സ്കിൽസ് അല്ലെങ്കിൽ ഒരു തൊഴിലും കൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? നൈതാലീമാണ്. ദ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഈസ്, ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകളായ അന്ന ഫ്രോയിഡ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്കുണ്ട്. അതിനെയാണ് നമ്മൾ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും, ഒപ്പം നമ്മുടെ MDയുടെ കയ്യിൽ നിന്ന് കുറേ വഴക്ക് നമുക്ക് കിട്ടുന്നു. നമുക്ക് തിരിച്ച് പുള്ളിയെ വല്ലതും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജോലിയെ ബാധിക്കുമല്ലേ. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും? തിരിച്ചു വന്ന് നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടുകാരോടോ ആ ദേഷ്യം തീർക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ദ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഈസ് ഓപ്ഷൻ ബി ആണ്, പാർട്ട് ഓഫ് ദ അൺകോൺഷ്യസ് that attempts to control and acceptable it influences. അടുത്തത്, which method of teaching among the following does assure maximum involvement of the learner? Option D, project method. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, rewards and punishment is considered to be intrinsic ആണോ എക്സ്ട്രിൻസിക് ആണോ നോക്കിയാൽ മതി. ഓപ്ഷൻ്റെ അകത്ത് എന്താണ്? റിവാർഡ്സും പണിഷ്മെൻറ്റും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അടുത്തത്, ദ ടേം ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് കോയിൻഡ് ബൈ. ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന ടേം കോയിൻ ചെയ്തത് ഹെൻറി ഗാറോക്സ് ആണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ദോസ് ചിൽഡ്രൻ ഹു ആർ. ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ദ എക്സിസ്റ്റിംഗ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർമുലേറ്റ് ചെയ്തത്? 2005 വെൻ എ സ്റ്റിമുലസ് സിമിലർ ടു ദ കണ്ടീഷണൽ സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ്സ് എ റെസ്പോൺസ് ഈസ് ദ തിയറി ഡെവലപ്ഡ് ബൈ. ഏതിലാണ് സ്റ്റിമുലസ് റെസ്പോൺസ് വരുന്നത്? തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിലാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി,
പാവ്ലോയുടെയാണ്. കൺസ്ട്രക്റ്റിവിസം ഈസ് വൺ ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ്. കൺസ്ട്രക്റ്റിവിസം പിയാഷെയുടെ കോൺട്രിബ്യൂഷൻ ആണ്. എന്നാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കിയുടെ ആണ്. തിരിഞ്ഞു പോരുത്. റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 അഷ്യൂർസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ. അതായത് PWD ആക്ട് 2016 ആണ് പറയുന്നത്. ആർക്കാണ്? അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ലേണിംഗ് ത്രൂ മദർ ടങ് വിൽ ഹെൽപ്പ് എ ലേണർ ടു. നമ്മളിപ്പോൾ മലയാളത്തിൽ പഠിക്കുന്നത് കൊണ്ട്, നമ്മുടെ മദർ ടങ് മലയാളമാണ് അല്ലേ, മലയാളത്തിൽ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? കണ്ടൻറ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഓഫ് എ ലേണർ റിഫ്ലെക്ട്സ്. ഐ ഡോണ്ട് കെയർ എന്ന് വെച്ചാൽ എന്താ? ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി ഡിനൈലാണ്. ഓപ്ഷൻ സി ഡിനൈൽ. സ്കൂൾ റെഡിനെസ് സ്കിൽ ആർ ഡെവലപ്ഡ് ആൻഡ് മോസ്റ്റ് ഫ്രീ ടൈം ഈസ് സ്പെൻഡ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് ആർ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. ഫ്രീ കിട്ടുന്ന ടൈം കൂട്ടുകാരുമായിട്ട് കളിക്കാനും അതുപോലെ സ്കൂൾ റെഡിനെസ് സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ഏർലി ചൈൽഡ്ഹുഡിലാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആർ ഫൂട്ടിംഗ് ഓൺ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ആർ ഫൂട്ടിംഗ് ഓൺ എവിടെയാണ്? ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. ഓപ്ഷൻ ബി ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ലേണേഴ്സ് പ്രയർ നോളേജ് അസസ്മെൻറ്റ് വിൽ ഹെൽപ്പ് എ ടീച്ചർ ടു ചൂസ്. പ്രയർ നോളേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ടീച്ചർ ഒരു പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കുന്നെങ്കിൽ മുൻപ് കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ പ്രീവിയസ് നോളേജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്? പ്രയർ നോളേജ് എന്ന് പറയുന്നത്. പ്രയർ നോളേജ് അസസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നീഡ് ബേസ്ഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി. വിച്ച് ഈസ് ദ ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽ റെസ്പോസിറ്ററി സ്യൂട്ടബിൾ ഫോർ യുവർ ക്ലാസ് റൂം. നമുക്കറിയാം ഏതാണ്? സമഗ്രയാണ്. സമഗ്ര. വൺ ഓഫ് ദ മേജർ ബാരിയേഴ്സ് ഫോർ സക്സസ്ഫുൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്കറിയാലോ, ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ കാണും. അപ്പം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്താണ്? ഒരു സക്സസ്ഫുൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉണ്ടാവും. ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? മോശമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ആവില്ല. കീ ഒബ്ജക്റ്റീവ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഈ CCയുടെ കീ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുകയോ മോട്ടിവേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തുകയോ അല്ല, പഠിക്കാൻ മോശമായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് നമ്മൾ എന്തോ കൊടുക്കുന്നു? ഒരു കൈത്താങ് കൊടുക്കുന്നു അല്ലേ? അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നു? സ്കഫോൾഡ് സ്റ്റുഡൻസ് ഫോർ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്. ഓപ്ഷൻ സി. വൈ ഡസ് എ ടീച്ചർ യൂസ് ലേണിംഗ് എയ്ഡ്സ്. ലേണിംഗ് എയ്ഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പഠന ഫലങ്ങൾ അല്ലെങ്കിൽ പഠന നേട്ടങ്ങളൊക്കെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ഒപ്റ്റിമൈസ് അച്ചീവ്മെൻറ്റ് ലെവൽ ഓഫ് ലേണിംഗ് ഔട്ട്കംസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റും ടാറ്റ് വാറ്റ് അതുപോലെ തന്നെ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഇതെല്ലാം എന്തിലാണ് വരുന്നത്? പ്രൊജക്റ്റീവ് ടെസ്റ്റിലാണ്. ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്തത് ദ എക്സിസ്റ്റിംഗ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഈസ് ഫോർമുലേറ്റഡ് ഇൻ ദ ഇയർ. നമ്മൾ നേരത്തെ എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആയിരുന്നു പറഞ്ഞത്. ഇത് കേരള കരിക്കുലം ഫ്രെയിംവർക്കാണ്. ഇത് 2007 ആണ്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 2005 ആണ്. ദ ഏജൻസി എൻറ്റൈറ്റിൽഡ് ടു ലുക്ക് ആഫ്റ്റർ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇൻ കേരള ഏതാണ്? ഓപ്ഷൻ സി ആണ്. SIET സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. വിച്ച് ഈസ് കേരള 24/7 ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ ചാനൽ ഏതാണ്? വിക്ടേഴ്സ് ആണ്. നമുക്കറിയാം അല്ലേ? വിക്ടേഴ്സ്. ഓപ്ഷൻ എ. മൈൽഡ് മെൻ്റലി റിട്ടാർഡഡ് പീപ്പിൾ ഹാവ് IQ. മൈൽഡ് മെൻ്റലി റിട്ടാർഡഡ് ആൾക്കാരുടെ IQ എന്ന് പറയുന്നത് 55 to 69 ആണ്. ഓപ്ഷൻ ബി ആണ്. 55 to 69. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ഈസ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഓർഗനൈസ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പ്ലാനിങ് ബിഫോർ ഹാൻഡ് ആണോ, അല്ലെങ്കിൽ നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓൺ ദ ലേണർ? ഏതാണ് ടീച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓൺ ദ ലേണർ. മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ. മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെൻറ്റ് ഇൻ എ സബ്ജക്റ്റ് ഇറ്റ് ഈസ് നോൺ ആസ്.
ഇതിൻ്റെ അകത്ത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റും നോം റെഫറൻസ് ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോം റെഫറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 3 കുട്ടികളെ എടുക്കുന്നു. ഇപ്പോൾ ഒരു കുട്ടിയെയും അതേ ഏജ് ലെവലുള്ള മറ്റൊരു കുട്ടിയും തമ്മിൽ നമ്മൾ എന്തോ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നു. 3 കുട്ടികളെ എടുത്തവർക്ക് പ്രോബ്ലംസ് കൊടുത്താൽ നമുക്ക് അവരുടെ ലെവൽ കമ്പയർ ചെയ്യാൻ പറ്റുമല്ലേ? ഏറ്റവും നന്നായിട്ട് ആദ്യം ചെയ്ത കുട്ടി, പിന്നെ ചെയ്യാൻ താമസിച്ച കുട്ടി, അങ്ങനെ രീതിയിൽ നമുക്ക് പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നോം റെഫറൻസ് ടെസ്റ്റ്. അടുത്തത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. ആ പേര് പോലെ തന്നെ അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയയ്ക്കാണ്. എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറേ ക്രൈറ്റീരിയ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു 5 or 10 ക്രൈറ്റീരിയ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പം മൊത്തത്തിലുള്ള പെർഫോമൻസോ ക്ലാസ്സിൻ്റെ പെർഫോമൻസോ ഒന്നും അവിടെ നോക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന എന്താ, ആദ്യം ഒരു എക്സാം ഉണ്ട്, അവിടെ കുറേ ക്രൈറ്റീരിയകളുണ്ട് അല്ലേ. ആദ്യം ഒരു എക്സാം ഉണ്ട്, അത് പാസ്സായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നു. ഒരു 50 പേര് 100 പേര് വരുന്നിടത്ത് അവർ 40 പേരെയും ജയിപ്പിച്ച് വിടുമോ? ഇല്ല. അവിടെ എന്താണ് നോക്കുന്നത്, അവിടെ തമ്മിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒന്നും അല്ല നോക്കുന്നത്. ആരാണോ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്ന, മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാത്ത വണ്ടി ഓടിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ്, അവർക്കാണ് എന്ത് കൊടുക്കുന്നത്, ഈ ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതൊരു ക്രൈറ്റീരിയ റെഫറൻസ് ടെസ്റ്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. അടുത്തത് ടാസ്ക് എഫക്റ്റീവ്നെസ് ഈസ് ഡെവലപ്ഡ് ബൈ യൂസിങ്. ടാസ്ക് എഫക്റ്റീവ്നെസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്തുപയോഗിക്കുമ്പോൾ, സെമിനാറിലാണോ, സിമ്പോസിയത്തിലാണോ, കോൺഫറൻസിലാണോ, വർക്ക്ഷോപ്പിലാണോ? ഓപ്ഷൻ ഡി, വർക്ക്ഷോപ്പ്.